Today we are going to study about K-map. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക് എന്ന് പറയാം, K-map പഠിക്കാൻ പോവുകയാണ്. ബട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ബൂളിയൻ ഓൾജിബ്രയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ്. The K-map method provides a simple, straightforward procedure for simplifying Boolean expressions. അപ്പോൾ ബൂളിയൻ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് നമ്മുടെ K-map എന്ന് പറയുന്നത്. ഓക്കെ, ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബൂളിയൻ വേരിയബിൾസ് ആൻഡ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ്. And this K-map is the pictorial arrangement of the truth table. Pictorial arrangement ആണ് ട്രൂത്ത് ടേബിളിൻ്റെ pictorial arrangement. ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൗ ടു ഡെവലപ്പ് എ ട്രൂത്ത് ടേബിൾ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ pictorial arrangement ആണ് നമ്മുടെ K-map. It is easy for choosing the minimum number of terms needed to express the function algebraically. അപ്പോൾ നമുക്ക് ഈ K-map ഉണ്ടെങ്കിൽ നമുക്ക് എത്ര മിനിമം നമ്പർ ഓഫ് ടേംസ് ആവശ്യമാണ് നമുക്കൊരു ഫങ്ഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ, വളരെ വലിയൊരു ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടിയാൽ അതിനെ നമ്മൾ സ്മോളസ്റ്റ് ടേംസ് ആക്കി മാറ്റുന്നുണ്ട്, അല്ലേ? അല്ലെങ്കിൽ സ്മോൾ നമ്പർ ഓഫ് ടേംസ് ആക്കി മാറ്റുന്നുണ്ട്. അതെന്തിനാണ് നമ്മൾ അങ്ങനെ ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ കുറച്ച് കമ്പോണൻസ് ആവശ്യമായിട്ട് വരും, അല്ലേ? അപ്പോൾ വളരെ വലിയൊരു ബൂളിയൻ എക്സ്പ്രഷനെ നമുക്ക് എന്താക്കി മാറ്റാം, നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ സ്മോൾ നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആക്കി മാറ്റുന്നുണ്ട്. സോ നമുക്ക് അത്രയും എന്ത് മതി, സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത്രയും സർക്യൂട്ടറി എലമെൻറ്റ്സ്, കുറച്ച് എലമെൻറ്റ്സോടെ നമുക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ബൂളിയൻ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറംസ് യൂസ് ചെയ്യാറുണ്ട്, പോസ്റ്റ്ലേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റിലാക്കി നമ്മൾ മാറ്റാറുണ്ട്, SOP, POS. അപ്പോൾ അതിനൊക്കെ നമുക്ക് പിക്ചറിലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ K-map ഉപയോഗിക്കുന്നത്. ഈ ഒരു മാപ്പ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് വെയ്റ്റ് ആണ്. പിന്നീട് നമ്മുടെ K-map മോഡിഫൈ ചെയ്തു. കാർണോഫ് എന്ന പേരുള്ള ഒരാളാണ് പിന്നീട് മോഡിഫൈ ചെയ്തത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വെയ്റ്റ് ഡയഗ്രം. കാരണം ആദ്യം ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വെയ്റ്റ് ആണ്. അതാണ് പിന്നീട് കാർണോഫ് എന്ത് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത്. ഓൾസോ നോൺ ആസ് എന്താണ് വെയ്റ്റ് ഡയഗ്രം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാർണോഫ് മാപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ K-map എന്ന് പറയും. അപ്പോൾ ഇത് മൂന്നും സെയിം തന്നെയാണ്. വെയ്റ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാലും കാർണോഫ് മാപ്പ് എന്ന് പറഞ്ഞാലും K-map എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ മാപ്പ് എന്ന് പറയുന്നത് ഇസ് എ ഡയഗ്രം, ഒരു ഡയഗ്രമാണ്. നമ്മൾ പിക്ചോറിലി റെപ്രസെൻ്റ് ചെയ്യാമെന്നല്ല പറഞ്ഞത്, ട്രൂത്ത് ടേബിളിനെ നമുക്ക് പിക്ചോറിലി റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ മാപ്പ് ഈസ് എ ഡയഗ്രം മെയ്ഡ് അപ്പ് ഓഫ് സ്ക്വയേഴ്സ്. ഒരുപാട് സ്ക്വയേഴ്സ് ഉള്ള ഒരു ഡയഗ്രമാണ് നമ്മുടെ മാപ്പ്, കാർണോഫ് മാപ്പ്. വിത്ത് ഈച്ച് സ്ക്വയർ, ഓരോ സ്ക്വയറും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, റെപ്രസെൻറ്റിങ് വൺ മിൻ ടേം ഓർ മാക്സ് ടേം. അല്ലെങ്കിൽ ഒരു മിൻ ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മാക്സ് ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയേഴ്സ് ഉപയോഗിക്കുന്നത്. ദ ഡയഗ്രം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്വയേഴ്സ്, ഈച്ച് സ്ക്വയർ റെപ്രസെൻറ്റിങ് വൺ മിൻ ടേം. അപ്പോൾ മിൻ ടേമിൻ്റെ വരക്കുന്ന മാപ്പിൻ്റെ, പിന്നെ മാക്സ് ടേം വരക്കുന്ന മാപ്പിൻ്റെ. ദാറ്റ് ഈസ് എനി ബൂളിയൻ ഫങ്ഷൻ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ഗ്രാഫിക്കലി ഇൻ ദ മാപ്പ്. അതായത് ഏതൊരു ബൂളിയൻ ഫങ്ഷനെയും നമുക്ക് ഗ്രാഫിക്കലി എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം മാപ്പിൽ. കാർണോഫ് മാപ്പിൽ നമുക്ക് ഏതൊരു ബൂളിയൻ ഫങ്ഷൻ തന്നു കഴിഞ്ഞാലും ആ ബൂളിയൻ ഫങ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മുടെ കാർണോഫ് മാപ്പിൽ
ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഒരുപാട് സ്ക്വയേഴ്സ് കൂടുന്നതാണ് കാർണോഫ് മാപ്പ്. ഓരോ സ്ക്വയറും മിൻ ടേമിനെയും മാക്സ് ടേമിനെയും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഉള്ളത് നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. SOP ഉണ്ട്, POS ഉണ്ട്. അപ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് SOP ആണ്. SOP form can be represented in the map by marking a 1 in all the squares corresponding to the minterms that produces 1 for the function, and the remaining squares are marked by 0 or are left empty. That means നമുക്കിപ്പം തന്നിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷൻ SOPയിലാണ് ഉള്ളതെങ്കിൽ, SOP എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷൻ SOPയിലാണ് ഉള്ളതെങ്കിൽ ദാറ്റ് മീൻസ് മിൻ ടേംസ് ആണല്ലോ. SOP എന്ന് പറയുന്നത് മിൻ ടേംസ് ആയിരിക്കുമല്ലോ ഉണ്ടാവും, ഒരുപാട് മിൻ ടേംസിൻ്റെ സമ്മേഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി SOP പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മിൻ ടേംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ 1 ആണ് അല്ലേ. ഇപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ 1 എവിടെയാണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആയിരിക്കും നമ്മുടെ മിൻ ടേം എന്ന് പറയുന്നത്. അപ്പോൾ 1 അപ്പോൾ മിൻ ടേമിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ സ്ക്വയേഴ്സിൽ എന്ത് ചെയ്യും, 1 റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ SOPയിലാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷൻ എങ്കിൽ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ടേംസ്, ആ SOPയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് മിൻ ടേംസ് ആയിരിക്കും. അപ്പോൾ ആ മിൻ ടേംസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാഫിൽ 1 ആണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം മിൻ ടേംസ് അല്ലാതെ വരുന്ന മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ടാവും. ആ മിസ്സിംഗ് ടേംസിനൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 0 ആയിട്ടാണ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്നുകിൽ 0 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് എംറ്റി ആയിട്ട് വെറുതെ നമുക്ക് വിടാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ബൂളിയൻ ഫംഗ്ഷൻ POS ആണെങ്കിൽ, POS എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സംസ് ആണെങ്കിൽ, അപ്പം നമ്മൾ POS ആണ് തന്നിട്ടുള്ളെങ്കിൽ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ടേംസ് ദാറ്റ് ഈസ് മാക്സ് ടേംസ് ആയിരിക്കും. അപ്പോൾ 0 ആണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയറിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം മിസ്സിംഗ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഗ്രാഫിൽ എന്ത് റെപ്രസെൻ്റ് ചെയ്യും, 1 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ലെഫ്റ്റ് എംറ്റി. ജസ്റ്റ് നമ്മുടെ SOP പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് POS പറഞ്ഞിട്ടുള്ളത്. POS forms can be represented in the map by marking a 0 in all the squares corresponding to the max term. POS എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് സംസ് ആണ്. അപ്പോൾ സം ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സ് ടേം ആണ് അല്ലേ. അപ്പോൾ ആ മാക്സ് ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫിൽ 0 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ മിസ്സിംഗ് ആയിട്ട് ഒരുപാട് ടേംസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 ആയിട്ടാണ്. ഓക്കെ, അത് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ്, ദ മാപ്പ് ഫോർ ഫങ്ഷൻസ് ഓഫ് 2, 3 and 4 വേരിയബിൾസ് ആർ ഷോൺ ബിലോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് മാപ്പിൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ്, ഒരു ജനറൽ സ്ട്രക്ചർ. 2 വേരിയബിൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ജനറൽ സ്ട്രക്ചർ മാപ്പിൻ്റെ, പിന്നെ 3 വേരിയബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ, പിന്നെ 4 വേരിയബിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ. അപ്പോൾ 2 വേരിയബിൾ മാപ്പ്, 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സപ്പോസ് ആ വേരിയബിൾ എയും ബിയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ A, B റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എയും ബിയും ആണ് 2 വേരിയബിൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സൂചിപ്പിക്കുന്നത് മിൻ ടേംസിൻ്റെ ആണ് പറയുന്നത്, പിന്നെ ഞാൻ മാക്സ് ടേംസിൻ്റെ പറയും. ഓക്കെ, അപ്പോൾ മിൻ ടേംസിൽ ഞാനിവിടെ 0 കൊടുത്തു. ഓക്കെ, ദെൻ 1 കൊടുത്തു, 0 കൊടുത്തു, 1 കൊടുത്തു. അതെന്താ കൊടുക്കാൻ കാരണം, എക്കും ബിയും, ഇത് ബി ആണ് റോനെ സൂചിപ്പിക്കുന്നത്, എ എന്ന് പറയുന്നത് കോളത്തിനെ സൂചിപ്പിക്കുന്നത്. മീൻസ് എന്താണ്, സോറി, ഈ ബി എന്ന് പറയുന്നത് നമ്മുടെ കോളം വൈസിനെ സൂചിപ്പിക്കുന്നു, എ എന്ന് പറയുന്നത് റോ വൈസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഞാനിവിടെ 0യും 1ഉം കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ എക്ക് മാക്സിമം 2 വാല്യൂസ് ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റും, 0യും 1ഉം. ബിക്കും അതുപോലെ തന്നെ മാക്സിമം വാല്യൂസ് ആണ്, പോസിബിൾ വാല്യൂസ് 0യും 1ഉം മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റൂ അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് മിൻ ടേംസിൻ്റെ മാപ്പാണ് വരക്കാൻ പോകുന്നത്.
Okay, two variable K-map. Two variables are A and B. Then here 0, 0, 1, 1. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് മിൻ ടേംസിൻ്റെ കേസാണ്. ഇപ്പോൾ മിൻ ടേംസിൻ്റെ കേസിൽ നമ്മുടെ 0 എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് ഫോമിലായിരിക്കും. 1 എന്ന് പറയുന്നത് അൺപ്രൈംഡ് ഫോമിലാണ്. പ്രൈം ഫോമിൽ 0 എന്ന് പറയുന്നത് പ്രൈം ഫോമിൽ, 1 അൺപ്രൈംഡ്. ദാറ്റ് ഈസ് 0 കോംപ്ലിമെൻറ്റ് ഫോമിലും 1 എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് അല്ല, അൺകോംപ്ലിമെൻറ്റ് ഫോമിലാണ് ഉണ്ടാവുക. അപ്പം ഇവിടെ ഞാൻ എ കോംപ്ലിമെൻ്റ് എടുത്തു, ദെൻ 0 ആയതുകൊണ്ട് ബി കോംപ്ലിമെൻ്റ് എടുത്തു, 1 ആയതുകൊണ്ട് ബി എടുത്തു, ഇവിടെ 1 ആയതുകൊണ്ട് എ എടുത്തു. ദെൻ ദ ഫസ്റ്റ് സ്ക്വയർ containing the min term A complement B complement, because row wise A complement, column wise B complement, right? And the second square row wise A complement, column wise B. And then next this one, this square A B complement, then A B. Squares indicating min terms. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ദിസ് ഇസ് ദ ജനറൽ സ്ട്രക്ചർ ഫോർ ടു വേരിയബിൾ K-map. ഇനി അതിൻ്റെ ഡെസിഗ്നേഷൻ, മിൻ ടേംസിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ മിൻ ടേംസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സ്മോൾ എം ഉപയോഗിച്ചിട്ടാണ്. സോ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0, 0 ആണ്. 0, 0 എന്ന് പറയുന്നത് അതെന്താണ്, M0 ആണ്. പിന്നെ ഇതെന്താണ്, 0, 1 ആണ് അല്ലേ. 0, 1 എന്ന് പറയുന്നത് എന്താണ്, M1 ആണ്. ആൻഡ് ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, 1, 0 ആണ്. സോ എന്ത് വരും, 1, 0 എന്ന് പറയുന്നത് 2 ആണ്, M2 വരും. ഈ ഒരു ടേം എന്ന് പറയുന്നത് 1, 1 ആണ്. സോ 1, 1 ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെടുക്കും, 1, 1, ദാറ്റ് ഈസ് M3, 3 ആണ് അല്ലേ. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക, M0, M1, M2, M3. ഇനി ഇതിൻ്റെ ടു വേരിയബിളിൻ്റെ മാക്സ് ടേംസിൻ്റെ കാർനോഫ് മാപ്പ് നമുക്ക് നോക്കാം. മാക്സ് ടേം ഇപ്പം ഞാൻ പറഞ്ഞത് മിൻ ടേംസ് ആണ്. ഇനി മാക്സ് ടേംസ് എന്ന് പറയുമ്പോൾ ഇവിടെ എ ബി 0, 1, 0, 1 തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 0, 1 ഇവിടെ എന്താ എടുത്തിട്ടുള്ളത്, 0, 1, അതൊക്കെ സെയിം തന്നെയാണ് അല്ലേ. ഇനി നെക്സ്റ്റ് മാക്സ് ടേംസിൻ്റെ കേസിൽ നമ്മുടെ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺകോംപ്ലിമെൻ്റ് ആണ്. 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, കോംപ്ലിമെൻറ്റ്. അപ്പോൾ 1ൻ്റെ അടുത്ത് എ കോംപ്ലിമെൻ്റ് എടുത്തു, 1ൻ്റെ അടുത്ത് ബി കോംപ്ലിമെൻ്റ് എടുത്തു, 0ൻ്റെ അടുത്ത് എ, 0ൻ്റെ അടുത്ത് ബി. ഓക്കെ, അപ്പം ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം കോംപ്ലിമെൻ്റ് വരാത്തതാണ്. മാക്സ് ടേംസ് എന്ന് പറയുമ്പം എ ഓർ ബി ആണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡി മോർഗൻസ് തിയറത്തിൽ, ഇതിപ്പോൾ മിൻ ടേം ആണ്, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുകയാണ്. എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, ഹോൾ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, എ കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻ്റ് എന്നാണ് കിട്ടുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, ബി കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ എ ഓർ ബി നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ബി ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. എ കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ആണ്, ഓർ പിന്നെ എന്താണ് ബി കോംപ്ലിമെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ ടേമിൽ ഡയറക്റ്റായിട്ട് എഴുതാം, മാക്സ് ടേം ആയതുകൊണ്ട് എ ഓർ ബി കോംപ്ലിമെൻറ്റ് എഴുതാം. അപ്പോൾ നെക്സ്റ്റ് മാക്സ് ടേം വരും എന്താണ്, എ കോംപ്ലിമെൻറ്റ് ഓർ ബി ആണ് വരിക. അല്ലെങ്കിൽ നമുക്ക് ഈ മിൻ ടേമിൻ്റെ എ ബി കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേമാണ് കിട്ടും. ഓക്കെ, ആൻഡ് സെയിം ആസ് ദ ഫോർത്ത് ടേം. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമാണ്, എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മിൻ ടേമിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേമാണ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡെസിഗ്നേഷനിൽ എഴുതാം. മാക്സ് ടേംസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ എമ്മിലാണ്. സോ ഹിയർ ഇവിടെ എന്താ വരിക, 0 ഓർ 0 എന്ന് പറയുന്നത് M0 ആണ്. ദെൻ 0 ഓർ 1 എന്ന് പറയുന്നത് M1 ആണ്. ദെൻ M2, M3 ഓർമ്മിച്ച് നോക്കുക. ദെൻ 0, 1, 2, 3
ഇക്വാലൻറ്റ് ഡെസിമൽ ഇക്വാലൻറ്റ് എഴുതുക. അപ്പോൾ ഇതാണ് 2 വേരിയബിൾ ക്യാം മാപ്പ് എന്ന് പറയുന്നത്. 3 വേരിയബിൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, 4 വേരിയബിൾ അതുപോലെ തന്നെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ദിസ് ഇസ് ദ 2 വേരിയബിൾ ക്യാം മാപ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. 2 വേരിയബിൾ മാത്രം വരുമ്പോൾ, ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ അകത്ത് 2 വേരിയബിൾ മാത്രം വരുമ്പോൾ അതിൻ്റെ ക്യാം മാപ്പിൻ്റെ ജനറൽ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. റെപ്രസെൻറ്റ് ദ ഫോളോയിങ് ബൂളിയൻ ഫംഗ്ഷൻസ് യൂസിങ് എ 2 വേരിയബിൾ ക്യാം മാപ്പ്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റാണ്, എ എൻ ബി എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ്, ദാറ്റ് ഈസ് മിൻ ടേം. അപ്പോൾ ഒരു ടേമേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. ആ ടേമിൽ 2 വേരിയബിൾ ഉണ്ട് അല്ലേ? 2 വേരിയബിളാണ് ഉള്ളത്. ഓൾറെഡി ആ 2 വേരിയബിൾ തന്നെ അതിലുണ്ട് എ ബിയിൽ. അപ്പം നമുക്ക് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറൊരു വേരിയബിൾ കൂടെ ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്തിട്ടൊക്കെ കൊടുക്കണം. ഇപ്പോൾ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മിൻ ടേമിൻ്റെ കാർനോഫ് മാപ്പിൻ്റെ ജനറൽ സ്ട്രക്ചർ വരയ്ക്കുക. ആദ്യം ഓൾറെഡി നമ്മൾ കണ്ടുകഴിഞ്ഞു അല്ലേ? എ ബി 0 1 0 1. ഇത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ആണ്. ദിസ് വൺ ഈസ് എ കോംപ്ലിമെൻറ്റ് ബി ആണ്. ഇനി ഇവിടെ പറയുന്നത് എന്തായിരിക്കും? എ ബി കോംപ്ലിമെൻറ്റ്. ദാറ്റ് ഈസ് ഇവിടെ എന്താ വരിക? ഇവിടെ കൂടെ ഇതും കൂടെ നിങ്ങൾക്ക് എഴുതാം ജനറൽ സ്ട്രക്ചറിൽ. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. അപ്പോൾ 0 വരുന്ന സമയത്ത് കോംപ്ലിമെൻ്റ് ആണ് മാക്സ് ടേംസിൽ ഉണ്ടാവുക, ബി കോംപ്ലിമെൻറ്റ്. ഹിയർ 1 വരുമ്പോൾ എന്താ വരിക? എ ആണ് വരിക. കോംപ്ലിമെൻറ്റ് ഫോമിലല്ലേ, ഇതെന്തായിരിക്കും വരിക? ബി ആണ് വരിക. അപ്പം നമ്മൾ ഈ ഒരു ടേം എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ബി, എ ബി കോംപ്ലിമെൻറ്റ് എ ബി. അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ടേം എന്താണ്? എ ബി ആണ്. സോ 1 മിൻ ടേം ആയതുകൊണ്ട് അത് 1 കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. റിമൈനിങ് ആയിട്ടുള്ള സ്ക്വയേഴ്സിനൊക്കെ നമ്മൾ 0 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കത് എം ടി ആയിട്ട് വിടാവുന്നതാണ്. അനദർ എക്സാമ്പിൾ, എഫ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു സിഗ്മ എം ഓഫ് 0 3. ദാറ്റ് ഈസ് സിഗ്മ എന്ന് പറയുമ്പോൾ സം ഓഫ് പ്രൊഡക്റ്റ് അല്ലേ? സം ഓഫ് പ്രൊഡക്റ്റ് ടേമിലാണ്, സമ്മാണ്. ഏതൊക്കെ പ്രൊഡക്റ്റ് ടേമാണ്? മിൻ ടേംസ് ആണ്. M0 ഉണ്ട്, M3 ഉണ്ട്. അപ്പം നമ്മൾ ജനറൽ സ്ട്രക്ചർ, ഈ ഡെസിഗ്നേഷൻ വെച്ചിട്ടുള്ള ജനറൽ സ്ട്രക്ചറാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. M0 M1 M2 M3. അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ടേം എന്താണ്? M0 ആണ്. സോ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു M0 വരുന്നത് അവിടെയാണ് അല്ലേ? നെക്സ്റ്റ് ടേം ഏതാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? M3 ആണ്. സോ M3 ഇവിടെയാണ് വരുന്നത്. സോ അവിടെ എന്താണ്? 1 എന്ന് കൊടുത്തു. ബാക്കി റിമൈനിങ് സ്ക്വയേഴ്സ് ഒക്കെ നമ്മൾ എന്ത് കൊടുത്തു? 0 എന്നാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ കാർനോഫ് മാപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി അനദർ എക്സാമ്പിൾ, എഫ് ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു ബി. ഇവിടെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 വേരിയബിളേ ഉള്ളൂ അല്ലേ? പക്ഷെ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്താണുള്ളത്? ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. 2 വേരിയബിളിന് ഒരു ഫംഗ്ഷനാണ്, പക്ഷേ എൻ്റെ ഔട്ട്പുട്ടിൽ 1 വേരിയബിളേ ഉള്ളൂ. സോ ഇവിടെയുള്ള മിസ്സിംഗ് ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറയുന്നത് എ ആണ്. സോ എ ഓർ എ കോംപ്ലിമെൻറ്റ് ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെയോടൊപ്പം ആൻഡ് ചെയ്തു. എ ഓർ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ബി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ബി തന്നെയാണ്. അപ്പോൾ മാറ്റമൊന്നും വലിയ ഇല്ല. പിന്നെ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്തത്. എന്ത് ലോ അപ്ലൈ ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തപ്പോൾ ബി ആൻഡ് എ ആണ് വരിക. പിന്നെന്താ വരിക? ഓർ ബി ആൻഡ് എ കോംപ്ലിമെൻ്റ് ആണ് വരിക. അപ്പോൾ ബി ആൻഡ് എനെ ഞാൻ എ ബി ആയിട്ട് എഴുതാൻ കാരണം കമ്മ്യൂട്ടേറ്റീവ് ലോ, എ ഓർ ബി എന്ന് പറയുന്നത് ബി ഓർ എ ആണ്, എ ബി എന്ന് പറയുന്നത് ബി ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടേം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എ ബി ഓർ എ കോംപ്ലിമെൻറ്റ് ബി ആണ്. 2 ടേമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടേം ഏതിലാണ്? സം ഓഫ് പ്രൊഡക്ട്സ് ടേമിലാണുള്ളത്, SOP-യിലാണുള്ളത് അല്ലേ? അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള SOP-യിലാണുള്ളത്. സോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാർനോഫ് മാപ്പാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാർനോഫ് മാപ്പിൻ്റെ ജനറൽ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഇതും കൂടെ അവിടെ എഴുതാം. എ കോംപ്ലിമെൻറ്റ് ഇതെന്താണ്? എ ആണ്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ബി
കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ടേം എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ബി, ദെൻ എ ബി കോംപ്ലിമെൻറ്റ് എ ബി. അപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ടേം എ ബി പ്രസൻ്റ് ആണ്. അപ്പോൾ എ ബി അവിടെ 1 മിൻ ടേം ആയതുകൊണ്ടാണ് 1 കൊടുത്തത്. ഇനി എ കോംപ്ലിമെൻറ്റ് ബി പ്രസൻ്റ് ആണ്, എ കോംപ്ലിമെൻറ്റ് ബി പ്രസൻ്റ് ആണ്. സോ അവിടെ 1 കൊടുത്തു. ബാക്കിയൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ കാർനോഫ് മാപ്പാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഇനിയും കുറച്ച് എക്സാംസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പിന്നെ 4 വേരിയബിളിൻ്റെ കാർനോഫ് മാപ്പിൻ്റെ ജനറൽ സ്ട്രക്ചർ പഠിക്കണം. പിന്നെ 3 വേരിയബിളിൻ്റെ ഉണ്ട് കാർനോഫ് മാപ്പ് സ്ട്രക്ചർ, പിന്നെ അതിൻ്റെ പർട്ടിക്കുലർ എക്സാമും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് കാർനോഫ് മാപ്പ് 2 വേരിയബിളിൻ്റെ ജനറൽ സ്ട്രക്ചറും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ, ഒരു 3-4 എക്സാമ്പിൾ ആണ് നോക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.